അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ സിനിമയെ പറ്റിയാണ്. അപ്പം ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റി. ഏറ്റവും നല്ല സ്ക്രീനിൽ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റത്തിനിടയിൽ ഇരുന്ന് ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഒരു സിനിമ കണ്ടപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി കിട്ടും, ഒരു രക്ഷയില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ മറ്റ് സിനിമകളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. കാരണം നമ്മളെ ചൈൽഡ്ഹുഡിൽ വയലൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നൽകിയത്, അല്ലെങ്കിൽ സ്ലാഷർ മൂവീസിലേക്ക് വയലൻ്റ് ആയിട്ടുള്ള ബാക്കി സിനിമകളിലേക്കൊക്കെ നമ്മൾ ചെന്നുപെട്ടത് ആക്ച്വലി ഈ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലൂടെ ആയിരിക്കും, ഇതിലെ പല സിനിമകളിലൂടെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ഈ ഒരു സ്ലാഷർ കാറ്റഗറിയിലേക്ക് എത്തിപ്പെട്ടത്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ് തപ്പിപ്പോണ സമയത്താണ് ആക്ച്വലി ഞാൻ ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണുന്നത്. ടി വിക്കകത്താണോ അതോ ലാപ്പിനകത്താണോ എങ്ങനെയാണെന്ന് ഓർക്കുന്നില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന ഒരു ദിവസം ഞാൻ ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 കാണുകയുണ്ടായി. അത് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെയാണ്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം കുട്ടിക്കാലം തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്തും കണ്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു മൂവി കാണുന്നതെന്ന് തോന്നും. അപ്പോൾ അന്ന് ഈ ഒരു സിനിമ കണ്ട സമയത്ത് കിട്ടിയ ആ ഒരു കിക്കുണ്ടല്ലോ, അതായത് ഇതിലെ വിയേർഡ് ആയിട്ടുള്ള കില്ലിംഗ് മെത്തേഡ്സ്, അല്ലെങ്കിൽ ആൾക്കാർ ചാവുന്ന ആ ഒരു രീതി കാണുമ്പോഴത്തേന് ഇത് എപ്പോഴാണ് ഇവന്മാർ എടുത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ മരിക്കുന്നത് എങ്ങനെ എടുക്കാൻ പറ്റും, ഇതിലെ VFX വർക്ക്സോ അല്ലെങ്കിൽ ഇതിലെ സംഭവങ്ങളൊന്നും നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ പിടികിട്ടത്തില്ല. അതായത് എങ്ങനെയാണ് ഇവർ ഈ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ സാധാരണ കുറേ ആക്ഷൻ സിനിമകളും അല്ലെങ്കിൽ കുറേ ത്രില്ലർ മൂവീസും ഒക്കെ കണ്ട് ആ ഒരു പരിചയം വെച്ചുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു സിനിമ ആദ്യം കാണുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡിഫറെൻറ്റ് കില്ലിംഗ് മെത്തേഡ്സും കൂടെ കാണുമ്പോഴത്തേനും ഹംബു. പിന്നെ അവിടെ നിന്നാണ് ഒരുപാട് പല സ്ലാഷർ മൂവീസിലേക്കും കയറി പറ്റിയത്. സോയ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ റോങ് ടേൺ ആയിക്കൊള്ളട്ടെ. റോങ് ടേണിനകത്തൊക്കെ അത്രയും വയലൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പം ടെറിഫയർ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. അതായത് ഈ സ്ലാഷർ കാറ്റഗറിയിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആക്ച്വലി ഫൈനൽ ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു. അപ്പം എൻ്റെ ഫസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവി എന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 ആണ്. അത് പല ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ബ്ലഡ് ലൈൻസിന് തൊട്ട് മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമയാണെങ്കിൽ കൂടെ ഞാൻ ആദ്യം കണ്ടത് അതാണ്. അന്ന് മുതലേ ഈ ഒരു ഫ്രാഞ്ചൈസിയോട് ഒരു കിക്കുണ്ട്. ബാക്കിയുള്ള സിനിമകൾ കുത്തിപ്പിടിച്ചിരുന്ന് കണ്ട് നമുക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് ഈ ഒരു സിനിമ ഇപ്പോൾ റിലീസാവുന്നത്. ആക്ച്വലി ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ടെന്ന് തന്നെ ഞാൻ റീസെൻ്റ്ലി ആണ് അറിഞ്ഞത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്ന് പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് കയറിയിരുന്ന് കണ്ടത്. അതായത് നമ്മൾ കീറി മുറിക്കാനോ ഇതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അങ്ങനെ ഒന്നും നോക്കിയല്ല ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഇരുന്നത്. മൊത്തത്തിൽ ആ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടപ്പം ഉണ്ടായ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എങ്ങനെയാണ് ആൾക്കാരെ കൊല്ലാൻ പോകുന്നതെന്നുള്ള ആ ഒരു വിയേർഡായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു രീതിക്കാണ് ആക്ച്വലി ഈ ഒരു സിനിമ ഇരുന്ന് കണ്ടത്. ആൻഡ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ഭയങ്കര ഗംഭീരമായിട്ട് നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനെ ഗംഭീരമായിട്ട് ഡെലിവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ കില്ലിങ്സ് കാണുമ്പോഴും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ മരിക്കുന്ന രീതികളെ ഭയങ്കര ഗംഭീരമായിട്ട് കാണിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഗംഭീരം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, വിയേർഡായിട്ട് കാണിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സിനിമയുടെ ഒരു പ്ലോട്ട്, ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് ലൈൻസ് അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, ആ പേരുമായിട്ട് ഭയങ്കര അധികം കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്ലോട്ടും പോകുന്നത്. അതായത് ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫാമിലിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഫാമിലിയിൽ നടക്കുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ ബാക്കിയുള്ള സിനിമകളിലെ പോലെ തന്നെ കുറേ മരണങ്ങൾ, അതായത് ഫാമിലിയെ ബേസ് ചെയ്തുകൊണ്ട് മരണങ്ങൾ സംഭവിക്കുന്നു. ആൾക്കാർ മരിക്കുന്നു, ഫാമിലിയിലുള്ള ആൾക്കാർ, ബ്രദർ മരിക്കുന്നു, സിസ്റ്റർ മരിക്കുന്നു, അച്ഛൻ മരിക്കുന്നു, അമ്മ മരിക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു സിനിമ കാണിക്കുന്നത്. അതായത് ഇവരെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും, അതല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമകളിനകത്ത് ഇവരെന്താണോ ചെയ്യുന്നത് അതൊരു ഫാമിലിയിലേക്കാക്കി. പക്ഷേ അപ്പോൾ നിങ്ങൾ ഇത് ഭയങ്കര ടു ക്ലീഷയല്ലേ, എല്ലാ സിനിമയ്ക്കകത്ത് ഇങ്ങനെ തന്നെയല്ലേ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവീസിനകത്ത് ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇവരെ മാക്സിമം ഇതിനെ കുറച്ച് വെറൈറ്റി ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം സ്റ്റോറി ലൈൻ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ഹോൾ ഇവൻറ്റിനെ തന്നെ പല രീതിക്ക് കണക്ട് ചെയ്യാൻ നോക്കുന്നത്, പല ഇവൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നതൊക്കെ ഭയങ്കര ഗംഭീരമാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഒരു സീക്വൻസ് ഉണ്ട്, ഈ സിനിമ തുടങ്ങിയിട്ടുള്ളൊരു ചെറിയ സീക്വൻസ് ഉണ്ട്. അത് ഭയങ്കര ഗംഭീരമാണ്, ഭയങ്കര രസത്തിന് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവീസിനകത്തൊക്കെ ഒരു മെക്കാനിസം ഉണ്ടല്ലോ, അതായത് ഇപ്പം ഒരു സംഭവം നടക്കാൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരാൾ മരിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു സാധനം സ്റ്റാർട്ട് ആവുന്നു, അല്ലെങ്കിൽ ഒരു സാധനം നിലത്ത് വീഴുന്നു, അത് പിന്നെ വേറൊരു സ്ഥലത്തൂടെ കത്തിപ്പിടിച്ച് കയറി വന്ന അയാൾ മരിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തിനെയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയെ ഫോക്കസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടും, ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ആ ഒരു സംഭവം ഇവിടെയും കിട്ടുന്നുണ്ട്. സോ നമുക്ക് എവിടെയും ഒരു ബോറിംഗ് ഫീലോ അല്ലെങ്കിൽ ഈ ഒരു സിനിമ കൊള്ളത്തില്ല എന്നുള്ള ഫീൽ എവിടെയും തോന്നത്തില്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയും വരത്തില്ല. നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നങ്ങ് കാണും. നല്ല പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ട് എൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഇനി ഇവർക്ക് ഒരുപാട് സിനിമകൾ ഇറക്കാമെന്നുള്ള ഒരു ഐഡിയയും കൂടെ നമുക്കിത് കണ്ടു കഴിയുമ്പോഴത്തേന് കിട്ടും. സോ അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. കാരണം ഇതൊരു വല്ലപ്പോഴും കിട്ടത്തക്ക രീതിക്കുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഫ്രാഞ്ചൈസിന്ന് ഇങ്ങനെ ഒരു സിനിമ നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് ഒരു കളർഫുൾ പടം ഇവിടെ വന്ന്, കളർഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബ്ലഡി സ്വീറ്റ് പടം വന്നെന്ന് പറയുമ്പോഴത്തേന് അത് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വെറൈറ്റി ഫീൽ തന്നെയാണല്ലോ. അപ്പോൾ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്കൊരു നിരാശ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എസ്പെഷ്യലി ഫൈനൽ ഡെസ്റ്റിനേഷൻ പ്രീവിയസ് മൂവീസൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും.